വണ്ടിപ്പെരിയാറിനെ പറ്റി ഒരു കഥ എഴുതാനായി ഒരു യുവ എഴുത്തുകാരൻ അങ്ങോട്ടേക്ക് ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ ആ യാത്ര പുറപ്പെടുന്നതിന് മുൻപേ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് ആ എഴുത്തുകാരനിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അയാൾ എന്തൊക്കെയോ ഒളിക്കുന്നു, മറക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ അയാൾ വണ്ടിപ്പെരിയാറിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. പക്ഷെ വാസ്തവത്തിൽ അയാൾ അങ്ങോട്ടേക്ക് അല്ല യാത്ര തിരിക്കുന്നത്, മറിച്ച് അയാളുടെ ഭൂതകാലത്തിലേക്ക് തന്നെയാണ് അയാൾ ഒരു യാത്ര നടത്തുന്നത്. ആ യാത്രയിൽ അയാളോടൊപ്പം നമ്മളും കൂടെ ചേരുന്നുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു ആ എഴുത്തുകാരൻ ആരാണെന്നും അയാളുടെ ഭൂതകാലത്തിൽ അയാൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും. കുറച്ച് വലിച്ചു നീട്ടലുകളൊക്കെ നമുക്ക് ഈ വായനയുടെ ഇടയിൽ അനുഭവപ്പെടുമെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കൊച്ചു മനോഹരമായ കഥ, അതാണ് ഷാരോൺ ബെൻസിയുടെ യാത്രാസ്പന്ദനം എന്നീ പുസ്തകത്തിലേക്ക് കാണാൻ സാധിച്ചത്. കലാലയ ജീവിതം, കല, സാഹിത്യം, പ്രണയം, സൗഹൃദം, വിപ്ലവം ഇവയൊക്കെ യാതൊരു തരത്തിലും കോട്ടം തട്ടിക്കാതെ അല്ലെങ്കിൽ ഒരു തരത്തിലും ഇതിനെ ഒന്നും അപമാനിക്കാതെയാണ് ഷാരോൺ ബെൻസി ഈ പുസ്തകത്തിൽ ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ നമ്മൾ ആ കഥയിലേക്കും അല്ലെങ്കിൽ ആ കഥാ സന്ദർഭത്തിലേക്കും ഒരു യാത്ര നടത്താറുണ്ടെന്ന്. അത്തരത്തിലൊരു അനുഭവം എനിക്ക് യാത്രാസ്പന്ദനം എന്ന് പറയുന്ന ഈ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രം ഇടയ്ക്ക് ചെയ്യുന്ന ചില അബദ്ധങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ കഥാപാത്രത്തിനോട് പറയാനായിട്ട്. അതായത് എടാ ഇങ്ങനൊന്നും ചെയ്യരുത്, ഇത് ചെയ്താൽ നിനക്ക് പണി കിട്ടും, ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആ കഥാപാത്രത്തിനോട് പറയാൻ എനിക്ക് ഒരുപാട് വട്ടം തോന്നിയിട്ടുണ്ട്. ഇത്തരത്തില് കഥയെയും അതുപോലെ വായനക്കാരെയും കൂട്ടി ഇണക്കുന്നതിൽ ഷാരോൺ ബെൻസി എന്ന എഴുത്തുകാരൻ വിജയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാൻ സാധിക്കും. മാൻകൈൻഡ് ആണ് യാത്രാസ്പന്ദനം എന്ന ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുവരെ വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും വായിക്കുക. കാരണം അധികം മടുപ്പുകളൊന്നും ഇല്ലാതെ ചില അധ്യായങ്ങളൊക്കെ ആകുമ്പോൾ ഒരുപാട് ആകാംക്ഷ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് യാത്രാസ്പന്ദനം. അപ്പൊ വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും വായിക്കുക.